അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ തീർന്നു. പിന്നീട് പടത്തിന് പോയില്ല. പിന്നീട് പടത്തിലേക്ക് എനിക്ക് പാടാനും പാട്ട് കമ്പോസ് ചെയ്യാനും അവസരം വന്നു. ഇപ്പം ഞാൻ പാട്ട് നിർത്തിയ സമയത്തും 2 പടത്തിൽ എനിക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് വന്നപ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാതെ ചെയ്തത്. പിന്നെ അഭിനയിക്കാൻ ഇഷ്ടമല്ല, എഴുത്തിനോട് ഇഷ്ടമാണ്, ഡയറക്ഷൻ മൈൻഡാണ്. അത് എൻ്റെ പ്രായത്തേക്കാൾ കവിഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പം താല്പര്യം ഇല്ല, കഴിഞ്ഞില്ല. ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, പാട്ടായി, അതായി, ഇതായി, സിനിമയൊക്കെ. ചെറിയ പ്രായമല്ലേ, എന്നിട്ടും ആഗ്രഹം കഴിഞ്ഞു എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ ഇതുവരെ തേച്ചിട്ടില്ല, ഇനി തേക്കരുത്. ഇല്ല, ഞങ്ങളൊക്കെ ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ജലാല് പറയുന്നത് അയ്യോ സിനിമ മതിയാക്കി പോകുന്നത്. ഞങ്ങൾ ഇനി എന്ന് സിനിമ ചെയ്യാനെന്ന് അറിഞ്ഞൂടാ, പക്ഷെ സിനിമ ചെയ്തിട്ട് ഞങ്ങൾ സിനിമയിലെത്തും. സിനിമ അഭിനയിക്കല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം, എഴുത്തും ഈ പറയുന്ന സംവിധാനവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈമാണ് ഈ ടൈം. ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുറകിലിരിക്കും. പണ്ട് നമ്മളൊരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ പല കാലുകൾ പിടിക്കണം, കോടികൾ ഇറക്കണം, പ്രയത്നിക്കണം. ഇന്ന് നമ്മുടെ കഴിവ് ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്തെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങണം. അതാണ് പ്രശ്നം, ഈ രണ്ടും കൽപ്പിക്കാന്ന് പറയുന്നത്. അതിലേക്ക് അതെനിക്കുണ്ട് കേട്ടോ, അത് നിനക്കുണ്ട്. അതാ ഇന്ന് നാളെ രാവിലെ ഇവിടെ എനിക്കൊരു വൈറലായിട്ടൊരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വൈറലാക്കണ്ടേ. അതാ ഒരു പവർ. അതെന്ത് നിങ്ങൾക്ക് ഇല്ലാത്ത? വെറുതെ പറയാ ചെറുപ്പക്കാരൻ. അതാണ് വേണ്ടതല്ലേ, അത് വേണം. അത് നാളെ ആലോചനകൾ ആവട്ടെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. തല്ലാൻ പറഞ്ഞ പോയി തല്ലിക്കോളാം, ബാക്കിയുള്ളത് പിന്നെ. അടിപൊളി. ഇപ്പൊ മനസ്സിലായല്ലോ ഇത്രയും ഹിറ്റുകൾക്ക് പിന്നിൽ എന്തായിരുന്നു എനർജി എന്നുള്ളത്. കൊള്ളാൻ പറഞ്ഞാലും കൊള്ളാം. ഫൈറ്റ് ചെയ്ത് കയറി വരാൻ ഇതായിരിക്കുമല്ലേ ഊർജ്ജമായത്. തീർച്ചയായിട്ടും. കാരണം വലിയ കമ്പനീസിന്റെ ഇടയിലൊക്കെ ചെറിയൊരു കമ്പനി ഉണ്ടാക്കി അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു പരിപാടിയില്ലേ. എന്നെ സംബന്ധിച്ച് അത് എന്റെ ചെറിയ പ്രായത്തിലാണ് ഞാൻ കളിച്ചത്. അത്രയും കാശുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൽബം ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഹിറ്റായിട്ടുള്ള ആൽബങ്ങൾ എൻ്റേതാവാൻ കാരണക്കാരൻ ഞാനായിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് കൂട്ടുകാർ പലരും പറയുന്നുണ്ട് പാട്ട് പാട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കണ്ടന്റുകളുണ്ട്, പാട്ടുകളും ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യണില്ല. എന്തിനാന്ന് വെച്ച്, നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്തിനാ? നമുക്ക് കാശ് കിട്ടും, അല്ലെങ്കിൽ പ്രശസ്തി കിട്ടും, അതിൽ നിന്നൊക്കെ മാറി ജീവിക്കാന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റൊരു അവസ്ഥയാണ്, ഇതൊന്നും ഇല്ലാതെ നമ്മൾ കുടുംബം അങ്ങനെയൊക്കെ, അതാണോ ഉദ്ദേശിക്കുന്നത്? കലാകാരൻ എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനുള്ളൊരു രൂപമാണ്. പക്ഷെ ഇന്നത്തെ കലാകാരൻ ബിസിനസ്സുകാരനാണ്, വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. ആ 2 കൺസെപ്റ്റും വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടും കഴിഞ്ഞു പോയി. കലാകാരൻ ഒരു ബിസിനസ് ആയിരുന്ന സമയം കഴിഞ്ഞ് കലാകാരൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ കിണു ഇറങ്ങിയ സമയത്ത് സലീമേട്ടൻ തിരക്കി നടന്നു ഒന്നും തേടി പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ, അടിക്കാനാ ആയിരിക്കും? ഞങ്ങളെ ഭാഷ ചീത്തയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണോ? സലീമേട്ടൻ അന്ന് ആ ഫ്ലോറിൽ, ഞാൻ ഫ്ലവേഴ്സിന്റെ ചാനലിൽ കിണു പാടാൻ വേണ്ടിയിട്ടാണ് പോയത്, ലൈവായിട്ട് പാടാന്നുള്ള രീതിയിൽ. അതെനിക്ക് നമ്മുടെ നിർമ്മൽ ബാലാഴിയാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പോയി സലീമേട്ടൻ ഒരു ഭാഗത്തുണ്ട്, അപ്പം വേറൊരു പുള്ളി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഇവരാണ് പാടുന്നത്, കിണാണ് പാടുന്നത് പറഞ്ഞപ്പോൾ ആണോ അന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ആ പറഞ്ഞില്ലേ ഫ്ലോറിൽ പറഞ്ഞില്ലേ, പിന്നെ ഒരുപാട് ഞാൻ തിരക്കി നടന്ന ആ വന്ന സമയത്ത് അന്ന് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ കിട്ടിയില്ല, അന്വേഷിച്ച് ഒരുപാട് നടന്നു, നിന്നെ വെച്ചൊരു ആൽബം ചെയ്യാൻ എനിക്കത് ഇഷ്ടമായിരുന്നു, സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഫ്ലോറ് പറഞ്ഞ സംഭവങ്ങൾ അതിൻ്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്വാസം വിട്ടു. കാരണം ജസ്റ്റ് പാടാനുള്ളൊരു അവസരം കിട്ടിയതാണ് ചാനലിൽ, പാടിപ്പോവുക എന്നുള്ളതാണ്, അന്ന് ഈ ലൈവ് പാടാം. പക്ഷെ സലീമായിട്ട് അത് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് മൊത്തത്തിൽ പിന്നെ അവിടെ പെർഫോമൻസ് ഒക്കെ വേറെ രീതിയാണ് തകർത്തുന്നത്. കാരണം ഒരു എനർജി കിട്ടല്ല, നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ്. പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയും സന്തോഷമൊക്കെയാണ്. പക്ഷേ പുള്ളി ഒരു വർക്കിൽ വിളിച്ച് അഭിനയിപ്പിച്ച് അത് ഇറങ്ങി, അതിൽ നിന്നും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. അതിനേക്കാളൊക്കെ വലുതാണ് ആ അവസരം കിട്ടാതെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ പോയിട്ട് പറഞ്ഞ ആ ഒരു വാക്കാണ്. അതിന്റെ ഫീൽ ഇപ്പോഴും മറക്കൂലല്ലോ. പക്ഷെ ആലോചിച്ചിട്ടില്ലേ, അവസരം കിട്ടിയിരുന്നെങ്കിൽ അന്ന് സലീമേട്ടൻ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടനായിട്ട് മാറിയിരുന്നെങ്കിലോ? ഞാൻ അങ്ങനെ ചെറുതായിട്ട് അവിടെ ആ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അന്ന് അവിടെ ഞാൻ ഈ ആൽബത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കില്ല, ആ ഫീൽഡിൽ നിന്ന് മാറുന്നൊരു സ്റ്റേജ് വരില്ല എന്നിലേക്ക്. എനിക്കിപ്പോൾ എന്താണ് മാറ്റേണ്ടത്? ഞാൻ ചുരുക്കി പറഞ്ഞില്ലേ, മതപരമായിട്ട് പടച്ചോലിലേക്ക് കുറച്ച് അടക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റേജ് എനിക്ക് കിട്ടി. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വിലമതിക്കാനാവാത്ത ഈ അവസരങ്ങളൊന്നും കിട്ടൂലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിറ്റിംഗ് വരെ
അപ്പോൾ ആ കിട്ടാതിരുന്നതിനേക്കാൾ വലുതാണ് എനിക്ക് കിട്ടിയതൊക്കെ. കിട്ടും എന്ന് പറഞ്ഞ വാക്കുകളാണ് അതിൽ അഭിനയിച്ചതിന് തുല്യമായിട്ട് കിട്ടിയത്. ഇങ്ങനെ 4 കാലിൽ വീഴുന്നതുകൊണ്ട് ആ കോഴിക്കോട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത് എനിക്കിപ്പോ മനസ്സിലായി. എന്ത് ചോദിച്ചാലും 4 കാലിൽ വീഴും, ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല രഞ്ജിഷേട്ടാ, സത്യം പറഞ്ഞു. അപ്പൊ ഈ സന്തോഷത്തിൽ ഇനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഏതാണ്ടാവും. ഞാൻ മിമിക്രി കാണിപ്പിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ സേട്ടന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴേ നല്ല രസമുണ്ട്. സലീമേട്ടനെ ചെയ്യുവോ? സലീം ഇടയ്ക്ക് എല്ലാ സൗണ്ട് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലോ. പാട്ടാണെങ്കിലും നമ്മുടെ തൊണ്ട അത് ആ ഒരു ക്ലാരിറ്റിയിൽ വരണമെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, പാടിക്കൊണ്ടിരിക്കണം, ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു 5 വർഷമായിട്ട് സത്യത്തിൽ ഞാൻ ആകെ സംസാരിക്കണത് എൻ്റെ വൈഫ്, എൻ്റെ മക്കള്, എൻ്റെ അമ്മ. പുറത്ത് സംസാരമില്ല. വേറെ തന്നെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആയതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. സംസാരങ്ങളൊക്കെ കുറവാണ്. പക്ഷെ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കും. ഇന്ദ്രൻ സേട്ടനെ എനിക്ക് തോന്നുന്നു ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു. ശ്രമം നടത്താം. ഇതിലെന്തെങ്കിലും ബാഡ് കമന്റ് വന്നാൽ അതിന് ഉത്തരവാദികളാ. അതെ, ഞാൻ മാത്രമാണ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. അത് മാത്രമല്ല, ഇതെല്ലാം കൂടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എടേ, ഞാൻ പറയുന്നതൊന്ന് കേക്കടേ. കറക്റ്റാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആണോ അല്ല, എനിക്ക് ആ ഇന്ദ്രൻ സേട്ടനെ കിട്ടുക ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിപ്പോ നമ്മള് ഈ മീറ്റർ ആണല്ലോ ഡയലോഗ് ഒക്കെ പടത്തിലുള്ള ഒന്നുമല്ല, ആ സമയത്ത് തോന്നിയത് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. സ്പോണ്ടേനിറ്റി ഇല്ലേ, പറയുമ്പോ ഉടനെ ചെയ്യുന്നുണ്ട്. അതാണ്, ആലോചിക്കാൻ നിന്നില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ നമ്മള് ഒന്നും എഡിറ്റ് ചെയ്തിട്ടല്ല കാണിക്കുക. കാരണം ഇത് പറഞ്ഞ ഉടനെ ചെയ്യുന്നില്ലേ, അത് ഭയങ്കര രസമാണ്. ഈ ചില പാട്ടുകാരൊക്കെ വരുമ്പോഴേ പറഞ്ഞു തീരുന്നതിനിടയ്ക്ക് പാടി തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ഇത് സാധിക്കണേന്ന് തോന്നില്ല. അങ്ങനെയാണ് നിങ്ങളിപ്പോ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആലോചിച്ചിട്ട് ഡയലോഗ് ഒന്നും കിട്ടാനില്ല. ആകെ ഇപ്പം പറഞ്ഞപ്പോ കിട്ടുന്നു അച്ഛൻ കൊച്ചച്ഛൻ, ആ സാധനമാണ് ഓർമ്മ വരുന്നത്. അത് വേണമെന്നില്ല, അത് പിടിച്ചിട്ട് പറയേണ്ടതിന് പകരമാണ് പെട്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ചെയ്യാൻ പറയാത്തത് നന്നായി. അത് ക്ലീശയല്ലേ. ഇതിപ്പം ആ മീറ്റർ പിടിക്കാന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. സന്തോഷം. ഇന്ദ്രൻ ചേട്ടൻ ചെയ്യാൻ പറ്റിയ. ഇനി പാട്ട് പാടി നമ്മൾ ഫിനിഷ് ചെയ്യും. ഈ കല്ലായി എന്ന് പറയുന്ന പാട്ട് എഴുതി തന്ന അതേ കൂട്ടുകാരൻ തന്നെയാണ്. ഇപ്പം ഈ യൂട്യൂബിനകത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് 17-ാം രാവത്ത് എന്നുള്ള പാട്ട്. ആ ഒരു പാട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർ ചുണ്ടിൽ ഞാനന്ന് ലല്ലല്ലാല. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്. ഈ മോളാണ് എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥിരം പ്രയോഗമാണ്. കൂടുതൽ പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും മോളെ എന്ന് കേൾക്കുമ്പോൾ ഓളെ എന്ന് മോളെ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണ്. ഓളെ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഓള. മറ്റുള്ളവർ അത് സ്നേഹത്താലുള്ള ഒരു വിളിയിലല്ലല്ലോ. നമ്മൾ പറയില്ലേ പ്രിയപ്പെട്ടവളെ, അതിനേക്കാൾ മുകളിലാണ് ഈ മോളെ എന്നുള്ളത്. ആ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതൊരു ഭർത്താവിൻ്റെ അടുത്തുനിന്നും ഒരു ഭാര്യ മോളെ എന്ന വിളി കേൾക്കാൻ ആഗ്രഹിക്കും. എന്റെ വൈഫ് 14 കൊല്ലമായിട്ട് ആഗ്രഹിക്കും. ഞാൻ അതിനെ വിളിച്ചില്ല. നാട്ടുകാരെയൊക്കെ മുഴുവനും പാട്ടുകാരി സൂചിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണല്ലോ കാണുന്നത്. നിങ്ങൾക്കൊപ്പമാണ് ഞാൻ കാണുന്നുണ്ടല്ലേ. വൈഫ് കുറച്ച് റൊമാൻറ്റിക് ആവാൻ ആഗ്രഹം എടോന്നൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, കേട്ടോന്നു നമുക്ക് ഇതാണ് മനസ്സിലിരിപ്പല്ലേ. അല്ല, അങ്ങനെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു വെച്ചാല് ഷമീറെ എതിർക്ക് ഈ മനുഷ്യനെ എതിർക്ക്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ സ്നേഹം ഹൃദയത്തിൽ. പേര് മോളെ എന്ന് വിളിക്കുന്ന ആളാണെന്ന് അറിയാം. ഷമീർ ഭായി. യാ മോനെ, നാട്ടാരെ മൊത്തം വിളിച്ചിക്കണ്, ഷമീർ കുത്തി നിറച്ചിക്കണ്, എല്ലാരെയും മോളെ വിളിച്ചിക്കണ്, വൈഫിനെ വിളിക്കാൻ മറന്നിക്കണ്. ജലാലിനെ പോലെ. താങ്ക് യു. അടിപൊളി. നിങ്ങളോട് ഭയങ്കര സ്നേഹം. അപ്പൊ കെട്ടിപ്പിടിക്കാം. രജനീഷേട്ടാ, ഞാൻ വരുമ്പം പ്ലാൻ ഇട്ടതാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കണം. പ്രോഗ്രാം തീരുന്നതിന് മുന്നേ എന്നോട് നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോ ഓസ്കാർ. പൊളിക്ക് മുത്തേ പൊളിക്ക്. താങ്ക് യു.